പരിശുദ്ധാത്മാവും പ്രാർത്ഥനയും. പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെ ആത്മാവാണ്. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവുമായി നിരന്തരം നാം ബന്ധപ്പെടണം. വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ അരൂപിയുമായുള്ള ബന്ധം നവീകരിക്കുവാനും ശക്തിപ്പെടുത്തുവാനും കഴിയും. എപ്പോഴും അരൂപിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് അവബോധം സൂക്ഷിക്കുകയും ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയും വേണം. സുഹൃത ജപങ്ങളിലൂടെ ആ സാന്നിധ്യത്തെ ഉണർത്താനാവും. പരിശുദ്ധാത്മാവിനോടുള്ള സഹിത്വം സൗഹൃദ സംഭാഷണത്തിലൂടെ അനുദിനം വളർത്തിക്കൊണ്ടുവരാം. സുഹൃത്തുക്കളോട് കൂടുതൽ അടുക്കുമ്പോഴാണല്ലോ സൗഹൃദം കൂടുതൽ മധുരമായി ഭവിക്കുക. ഒരു കാരണവശാലും പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അവിടുന്ന് സൗമ്യതയുടെ ദൈവമാണ്. അവിടുന്ന് തരുന്ന പ്രചോദനങ്ങൾ നിരസിക്കരുത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ചിലപ്പോൾ പ്രേരിപ്പിക്കും. ചില വ്യക്തികളെക്കുറിച്ചും സ്ഥലങ്ങളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും ചിന്തകൾ നൽകിക്കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്യുക. അത് പലവിചാരമായി നാം തള്ളിക്കളയരുത്. പ്രാർത്ഥനാവേളയിലും ജോലി ചെയ്യുമ്പോഴും ഇങ്ങനെ സംഭവിക്കാം. ആത്മാവിന്റെ പ്രേരണകൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്കും അവർക്കും കൃപ നൽകും. എന്റെ വ്യക്തിപരമായ ഒരു അനുഭവം പങ്കുവയ്ക്കട്ടെ. എന്റെ അമ്മ പൂർണ്ണ ആരോഗ്യവതിയായിരുന്നു. അമ്മയുടെ പെട്ടെന്നുള്ള മരണവാർത്ത ഞാൻ കേൾക്കും മുൻപ് അമ്മയെക്കുറിച്ചുള്ള ശക്തമായ ചിന്ത പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ആ മരണവാർത്ത ശാന്തമായി സ്വീകരിക്കുവാൻ എനിക്ക് സാധിച്ചു. മലയുടെ മുകളിൽ എന്റെ അടുത്ത് വരിക എന്ന് ദൈവം ക്ഷണിച്ചപ്പോൾ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മോശ 40 രാവും 40 പകലും മലയിൽ താമസിച്ചു. നിയമാവർത്തനം 10:10. പ്രാർത്ഥന ഒരു കലയാണ്. പരിശുദ്ധാത്മാവാണ് നമ്മെ പ്രാർത്ഥനയുടെ കല പഠിപ്പിക്കുന്നതും പ്രാർത്ഥനാവരം നൽകുന്നതും. ഭാഷാവരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്നാൽ മനസ്സ് ഫലരഹിതമായിരിക്കും. ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തുസുകാരെ ഓർമ്മപ്പെടുത്തി. സമൂഹ പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ ഹൃദയം കൊണ്ടുകൂടി നാം പ്രാർത്ഥിക്കണം. വിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷി ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സങ്കീർത്തകൻ പറയുന്നു, നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. സങ്കീർത്തനം 111:1. എന്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. സങ്കീർത്തനം 27:8. സാമൂലിന്റെ അമ്മ ഹന്നയുടെ പ്രാർത്ഥനയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പ്രതിപാദിക്കുന്നു. പുരോഹിതനായ ഹേലി അവളെ ശ്രദ്ധിച്ചു. അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു. അധരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ. ശബ്ദം പുറത്തു വന്നതുമില്ല. ഹന്നായുടെ കീർത്തനം എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. മറിയത്തിന്റെ കീർത്തനവും എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് ആരംഭിക്കുന്നു. ഈശോ ആത്മാവിൽ ആനന്ദിച്ച് പ്രാർത്ഥിച്ചു. ആദിമ ക്രൈസ്തവ സമൂഹം സദാ പ്രാർത്ഥനയിൽ നിലനിന്നിരുന്നു. വിശുദ്ധ പൗലോസ് എഫേസസിലെ സഭയ്ക്ക് എഴുതി, നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ. പ്രാർത്ഥനയിൽ 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ടവനാണ് പൗലോസ്ലീഹ. പ്രഭാഷകൻ പറയുന്നു, ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. അവിടുന്ന് തന്നെ സ്നേഹിക്കുന്നവരെ കടാക്ഷിക്കുന്നു. ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. ദാവീദ് പ്രാർത്ഥിച്ചത്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്നാണ്. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദാസ് ഇങ്ങനെ എഴുതി. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. നിത്യജീവിതത്തിനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ. പ്രാർത്ഥിക്കാം. ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയായ ഈശോയെ, പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ എന്റെ മേൽ അയക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും എനിക്ക് നൽകണമേ. പ്രാർത്ഥനാ ചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. ആമേൻ. സുഹൃത ജപം. എന്റെ പ്രിയ പരിശുദ്ധാത്മാവെ, പ്രാർത്ഥിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ.